നമസ്കാരം. സ്പിരിച്വൽ ഗുരുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങൾക്കുള്ള പ്രപഞ്ചശക്തിയുടെ ഇന്നത്തെ സന്ദേശം എന്താണെന്നുള്ളത് നോക്കാം. അപ്പോൾ ഇവിടെ നിങ്ങളിൽ പല ആളുകളും ഈ ഒരു സമയം ചില വെല്ലുവിളികൾ നേരിടുന്ന ഒരു എനർജിയിലാണ് ഉള്ളതെന്നാണ് കാണുന്നത്. ഒരുപക്ഷെ നിങ്ങളുടെ ജോലിയിലോ ബിസിനസ്സിലോ ഒക്കെ എന്തെങ്കിലും ഒരു സ്ഥാനമോ ഒരു നേട്ടമോ അംഗീകാരമോ ഒക്കെ നിങ്ങൾ നേടിയിട്ടുണ്ടായിരിക്കാം. എന്നാൽ ആ ഒരു നേട്ടത്തെ അല്ലെങ്കിൽ ആ ഒരു വിജയത്തെ നിങ്ങൾക്ക് ചുറ്റുമുള്ള പല ആളുകളും ഒരു മത്സരബുദ്ധിയോടെ അല്ലെങ്കിൽ ഒരു അസൂയ നിറഞ്ഞ മനോഭാവത്തോടെയൊക്കെ നോക്കിക്കാണുന്ന ഒരു സാഹചര്യം ഉള്ളതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്കുള്ള കഴിവിനെയും ആത്മവിശ്വാസത്തെയും കണ്ട് പലരും നിങ്ങളെ വിമർശിക്കുന്ന, നിങ്ങളുടെ ആത്മവിശ്വാസത്തെ ഇല്ലാതാക്കാനായിട്ട് ശ്രമിക്കുന്ന, പലതരത്തിലുള്ള തടസ്സങ്ങൾ ഉണ്ടാക്കുന്നൊക്കെ ഒരു സാഹചര്യവും പലർക്കും ഉള്ളതായിട്ടും കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ മറ്റുള്ളവർക്കില്ലാത്ത പല ഗുണങ്ങളും നിങ്ങൾക്ക് ഉള്ളതിനാലും അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് സാധിക്കാത്ത പല നേട്ടങ്ങളും നിങ്ങൾ നേടിയെടുത്തത് കൊണ്ടും ചുറ്റുമുള്ളവർ നിങ്ങൾക്കെതിരെ മത്സരിക്കാനായിട്ട് ശ്രമിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ വളർച്ചയെ തടസ്സപ്പെടുത്താനായിട്ട് ശ്രമിക്കുന്ന ഒക്കെ ഒരു സാഹചര്യമാണ് പലർക്കും ഇപ്പോൾ നിലനിൽക്കുന്നത്. എന്നാൽ ഇവിടെ പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നത് മറ്റുള്ളവരുടെ മത്സരവും വിമർശനവും കണ്ട് നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല. നിങ്ങൾക്ക് വന്നു ചേർന്ന നേട്ടങ്ങളിലും കഴിവുകളിലും ആത്മവിശ്വാസത്തിലും തന്നെ നിങ്ങൾ ഉറച്ചു നിൽക്കുക എന്നുള്ളതാണ്. കൂടാതെ ഇവിടെ നിങ്ങളിൽ പലർക്കും മുന്നോട്ടുള്ള ആ ഒരു യാത്ര എന്ന് പറയുന്നത് വളരെയധികം പ്രതീക്ഷ നിറഞ്ഞ, പുരോഗതി ഉണ്ടാവുന്ന, പുതിയ അവസരങ്ങൾ വന്നെത്തുന്ന ഒക്കെ ഒരു സമയമാണെന്നാണ് കാണുന്നത്. അതുപോലെ പലർക്കും ഈ ഒരു സമയം ഒരു വളർച്ചയുടെ സമയമാണെന്നാണ് കാണുന്നത്. അതായത് നിങ്ങളുടെ ഭാവിയെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കാൻ തുടങ്ങുകയും നിങ്ങളുടെ വളർച്ചയ്ക്ക് വേണ്ടി എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് മുന്നോട്ട് പോവേണ്ടത് എന്നൊക്കെയുള്ള ചിന്തകൾ നിങ്ങളിലേക്ക് ഈ ഒരു സമയം വന്ന് തുടങ്ങുന്നുണ്ട്. കൂടാതെ ഇവിടെ നിങ്ങളിൽ ചിലരുടെ ജീവിതത്തിൽ തികച്ചും അപ്രതീക്ഷിതമായിട്ട് ഒരു മാറ്റം വന്ന് ചേർന്നിരിക്കുന്ന ഒരു എനർജി കാണുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങൾ ഇതുവരെ സത്യമാണെന്ന് വിശ്വസിച്ചിരുന്ന എന്തോ ഒരു കാര്യം സത്യമായിരുന്നില്ല എന്ന് നിങ്ങൾ ഇപ്പോൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടായിരിക്കാം. അല്ലെങ്കിൽ ഒരു ബന്ധം നിങ്ങൾക്ക് തകർന്ന് പോയിട്ടുണ്ടാവാം. പലർക്കും ജോലി നഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കാം. അതേപോലെ തന്നെ എന്തെങ്കിലും പ്ലാനുകൾ തകർന്ന് പോയിട്ടുണ്ടാവാം. അത്തരത്തിൽ കുഴപ്പമില്ലാതെ പോയിരുന്ന നിങ്ങളുടെ ആ ഒരു ജീവിതത്തിൽ പെട്ടെന്നൊരു മാറ്റം സംഭവിച്ചിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. അത് നിങ്ങളെ മാനസികമായിട്ട് വളരെയധികം തളർത്തി എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നത് നിങ്ങൾക്ക് വന്നു ചേർന്ന ആ ഒരു മാറ്റത്തിൽ നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല. കാരണം നിങ്ങൾക്ക് ശരിയായതിലേക്ക് പോവാനുള്ള പുതിയൊരു വഴി തുറക്കാനാണ് ആ ഒരു മാറ്റം സംഭവിച്ചത് എന്നുള്ളതാണ് പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നത്. അതുപോലെ തന്നെ ജീവിതത്തിലെ പ്രധാന തീരുമാനങ്ങളൊക്കെ എടുക്കാനായിട്ട് തയ്യാറാവുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ അവിടെ നിങ്ങൾക്ക് നല്ല ഉപദേശങ്ങളും മാർഗനിർദ്ദേശങ്ങളും ഒക്കെ മറ്റുള്ളവരിൽ നിന്നും ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അത്തരം ഉപദേശങ്ങളും മാർഗനിർദ്ദേശങ്ങളുമൊക്കെ അനുസരിച്ച് നിങ്ങൾ മുന്നോട്ട് പോയാൽ അവിടെ കാര്യങ്ങൾ കൂടുതൽ ശരിയായ രീതിയിൽ നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ് കാണുന്നത്. കൂടാതെ ഇവിടെ പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നുണ്ട്, അറിവും അനുഭവങ്ങളും ഉള്ളവരുടെ ഉപദേശങ്ങൾ നിങ്ങൾ കേൾക്കുക എന്ന്. അത് നിങ്ങളെ ആത്മീയമായും മാനസികമായിട്ടും വളരാനായിട്ട് സഹായിക്കും എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾ മറ്റുള്ളവരോട് ദയയുള്ള, കരുതലുള്ള, ഏതൊരു കാര്യത്തിനും മറ്റുള്ളവരെ പിന്തുണയ്ക്കാനായിട്ട് മനസ്സുള്ള ഒരു വ്യക്തിയാണ്. പക്വതയുള്ള ഒരു ആളാണ്. സ്നേഹം, വാത്സല്യം ഇവയൊക്കെ നിങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. മറ്റുള്ളവരുടെ സങ്കടങ്ങൾ കേട്ടാൽ അല്ലെങ്കിൽ മറ്റുള്ളവർ നിങ്ങളോട് അവരുടെ സങ്കടങ്ങൾ പറഞ്ഞാൽ അവർക്ക് വേണ്ടി മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ എന്നുള്ളതാണ്. കൂടാതെ ഇവിടെ നിങ്ങളിൽ പലരും വളരെയധികം ആഗ്രഹിക്കുന്ന ചില കണ്ടുമുട്ടലുകൾ, കൂടിച്ചേരലുകളൊക്കെ പലർക്കും സാധ്യമാവുന്ന ഒരു എനർജി കാണുന്നുണ്ട്. അതായത് നിങ്ങളുടെ മുമ്പുള്ള ജീവിതത്തിൽ
നിങ്ങളെ വളരെയധികം സ്വാധീനിച്ചിരുന്ന, നിങ്ങൾക്ക് വളരെയധികം സ്നേഹവും കരുതലും തന്നിരുന്ന, നിങ്ങൾ വളരെയധികം ഇഷ്ടപ്പെട്ടിരുന്ന ഏതെങ്കിലും വ്യക്തികളൊക്കെ നിങ്ങളിൽ നിന്നും അകന്ന് പോയിട്ടുണ്ടെങ്കിൽ അത്തരം വ്യക്തികളെയൊക്കെ വീണ്ടും കണ്ടുമുട്ടാനുള്ള ചില അവസരങ്ങൾ പ്രപഞ്ചം നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിച്ച് നൽകുന്നുണ്ട്. നിങ്ങളിൽ പലരും ചില ആഘോഷങ്ങളിലൊക്കെ പങ്കെടുക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരുപക്ഷെ അത്തരം ആഘോഷങ്ങളിലൂടെ ആയിരിക്കാം അത്തരമൊരു കണ്ടുമുട്ടലും കൂടിച്ചേരലുമൊക്കെ സാധ്യമാവുന്നത്. അതുപോലെ ഇവിടെ പലതിൻ്റെയും സത്യം മനസ്സിലാക്കാനായിട്ട് കഴിയുന്ന, പലതിലും ഒരു വ്യക്തത നിങ്ങൾക്ക് കൈവരുന്നൊക്കെ ഒരു സമയമാണ് ഇപ്പോൾ ഉള്ളതെന്ന് കാണുന്നുണ്ട്. അതായത് ദൈവം തന്നെ നിങ്ങൾക്ക് ചില സത്യങ്ങൾ ബോധ്യപ്പെടുത്തി തരുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത്. ഒരുപക്ഷെ ഒരുപാട് കാലമായിട്ട് ഏതെങ്കിലും ഒരു വിഷയത്തിലോ ഒരു തീരുമാനത്തിലോ അല്ലെങ്കിൽ ഒരു ബന്ധത്തിലോ ഒരു ആശയക്കുഴപ്പം നിങ്ങൾക്ക് നിലനിന്നിരുന്നെങ്കിൽ ഇനി അത് മാറുമെന്ന് കാണുന്നുണ്ട്. അതിലെ തെറ്റും ശരിയും എന്താണെന്ന് നിങ്ങളുടെ മനസ്സിൽ തന്നെ നിങ്ങൾക്ക് വ്യക്തമായിട്ട് തെളിഞ്ഞു വരും എന്നുള്ളതാണ്. കൂടാതെ നിങ്ങളുടെ ജീവിതത്തിൽ നിലനിൽക്കുന്ന തെറ്റായിട്ടുള്ള ബന്ധങ്ങൾ, നിങ്ങളുടെ ഉള്ളിലെ അനാവശ്യമായിട്ടുള്ള ആശയങ്ങൾ, അതുപോലെ തന്നെ നിങ്ങളെ വേദനിപ്പിക്കുന്ന ചിന്തകൾ, ഇവയൊക്കെ വിട്ടുകളയാനുള്ള ഒരു ദൈവിക പിന്തുണ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ഇവിടെ ദൈവം അല്ലെങ്കിൽ പ്രപഞ്ചം നിങ്ങളെ തെറ്റായ വഴിയിൽ നിന്നും ശരിയായ വഴിയിലേക്ക് നയിക്കാനായിട്ട് എപ്പോഴും നിങ്ങളോടൊപ്പം നിലകൊള്ളുന്നുണ്ടെന്നാണ് കാണുന്നത്. കൂടാതെ ഇവിടെ എന്തൊക്കെയോ പുതിയ കാര്യങ്ങൾ തുടങ്ങാനുള്ള ഒരു ആവേശവും ധൈര്യവുമൊക്കെ നിങ്ങളിലേക്ക് കടന്നു വരുന്ന ഒരു എനർജി കാണുന്നുണ്ട്. അതുപോലെ ഇവിടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള സമാധാനവും സ്നേഹവും നിറഞ്ഞ ഒരു കുടുംബജീവിതം പലർക്കും കൈവന്നിട്ടുള്ള, അല്ലെങ്കിൽ ഉടനെ കൈവരാൻ പോകുന്ന ഒരു എനർജി കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കുള്ള പ്രപഞ്ചശക്തിയുടെ ഇന്നത്തെ സന്ദേശം ഇതായിരുന്നു. എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കാനായിട്ട് ശ്രമിക്കുക. എല്ലാ കാര്യങ്ങളിലും ഒരു ശുഭ പ്രതീക്ഷ കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾ വിശ്വസിക്കുന്നത് ഏത് ശക്തിയിലാണോ ആ ഒരു ശക്തിയെ ഏതൊരു സാഹചര്യത്തിലും മുറുകെ പിടിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ഈ ഒരു റീഡിങ്ങിൽ നിന്നും നിങ്ങളുമായിട്ടും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടൊക്കെ നിങ്ങൾക്ക് എന്താണോ പോസിറ്റീവായിട്ട് തോന്നുന്നത് അതിനെ മാത്രം എടുക്കുക. അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക. നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ശക്തിയുടെ സഹായവും അനുഗ്രഹവും എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം.